friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ അമൃതപ്പൊടിയും പഴമൊക്കെ ഇട്ടിട്ട് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ടേസ്റ്റി മാത്രമല്ല ഹെൽത്തിയാണ് അമൃതപ്പൊടി എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ന്യൂട്രീഷ്യസ് അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് അമൃതപ്പൊടി. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു പൊടിയാണ് അമൃതപ്പൊടി. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് എന്നല്ല, എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ അമൃതപ്പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 1 കപ്പ് അമൃതപ്പൊടിയാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിന്റെ പച്ചമണം നമുക്ക് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായാൽ നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് അതിലേക്ക് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് നേരിട്ടിട്ടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റോളം ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ പച്ചമണ്ണൊക്കെ വിട്ടിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരുപാട് മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അമൃതപ്പൊടിക്ക് ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അധികം മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് അമൃതപ്പൊടിക്ക് ഇപ്പോൾ ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 ശർക്കരയും ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര പാനി തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ ശർക്കര ഒക്കെ മെൽറ്റ് ആയിട്ട് പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. ശർക്കരയിൽ ഒരുപാട് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പാനിയാക്കിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കേണ്ടി വരും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സിന്റെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ കാഷ്യൂ നട്ട്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ഇപ്പൊ പഴം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അമൃതപ്പൊടിയിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും വാട്ടി വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ആ ഒരു പാകത്തിന് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പൊ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്.
ഇതിലേക്ക് ഞാൻ ഏകദേശം 3/4 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കാതെ പാത്രത്തിൽ അടിയിലും സൈഡിലൊക്കെ നെയ്യ് പുരട്ടി കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊരു റിങ് വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിലാണ് ഞാൻ കേക്ക് ടീൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുത്താലും മതി. ഇനി 2 പാത്രം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഇപ്പൊ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്തു മാറ്റാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.